സെൻസസ് എടുക്കാൻ വേണ്ടി വന്നാട്ടോ. എന്റെ അമ്മ എന്റെ ഊരക്ക് സുഖയില്ലേ, നിങ്ങൾ ആ സാധനം എവിടെയല്ലോ നോക്കിയിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് എന്നോട് ചോദിക്കും. അതല്ലേ ഞാനോട് ഈ പഞ്ചായത്തിൽ നിന്ന് കണക്കെടുക്കാൻ വന്ന അവിടെ കക്കൂസ് ഉണ്ടേനോ? ഞാൻ കണ്ടവരെ തോന്നിക്ക് ഒരു പന്തി എടുക്കും പോകുമ്പോ വെള്ളം എടുക്കണേ. അതിന് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമില്ല, ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കൊണ്ട് തരുന്ന ഞാനോട് ഇയാള് കണക്കിൽ കണക്കിന്റെ ഭാഗം ചോദിച്ചു. ഇവിടെ ഗ്യാസ് ഉണ്ടേനാ? ഈ എനക്കില്ലേ മനെ കളപ്പാട്ടിനുണ്ട്. വൈകുന്നേരം ഇരുത്തിയുമില്ല ഇരുന്നിങ്ങനെ പൊട്ടിക്കുന്ന കേട്ടെ. അയ്യോ ഞാനോട് നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും കക്കൂസും പാസ്സായിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിട്ട് വന്നല്ലേ. എല്ലാവരും അടുപ്പ് പുകയില്ലേ, പിന്നെ എന്തിനാ കക്കൂസ്? ഇങ്ങനെ ഒരുപാട്. ജാനുവടുത്തി പുല്ല് പറിക്കുമ്പോൾ 4 ബോംബ് സഞ്ചിയിൽ കിട്ടി. ആരോടും പറയാണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തരും. പവി ചോദിക്കുന്നുണ്ട്, അല്ല ജാനുവടുത്തി എന്ത് വിട്ട് താങ്കൾ ചെയ്ത്? എന്തേലും മനെ നിങ്ങൾ 4 ബോംബ് കിട്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത് ഇത് കൊണ്ടുകൊടുക്കും ടൈൽ നാറ്റൊന്ന് പൊട്ടിയിട്ടുണ്ട്, എന്താ സ്ഥിതി? എന്ത് സ്ഥിതി? ഞാൻ പോലീസുകാരോട് പറയും 3 കിട്ടിയിട്ടുള്ളൂ. അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുമെന്ന് ജാനുവടുത്തിക്ക് അറിഞ്ഞോണ്ട്. അതുപോലെ തന്നെ ഈ കൊറോണ സമയത്ത് മീനൊക്കെ വലിയ വിലയായിരുന്നല്ലോ. ഈ സമയത്ത് മീൻകാരൻ പവീനോട് ജാനുവടുത്തി ചോദിക്കുന്നുണ്ട്, പവി ഒന്നെടുക്കുന്നെ കുറേ സായി മീൻ കൂട്ടിയിട്ട് ഒരയിലൊക്കെ തിരിയാ പൈസ. ആ ജാനുവടുത്തി ഒരയിലക്ക് 100 റുപ്യാന്നെ. ഉയ്യൻ്റെ അമ്മേ, ഇതെന്തൊരു പൈസ മനെ ഇനി വാങ്ങുന്നത്? നിങ്ങൾ ഏത് ലോകത്താ ജാനുവടുത്തി? പെട്രോളിൽ ഇപ്പം എന്താ വില? അല്ല മനെ അതിലേപ്പം കടലിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് അവിടെ അറിയില്ല എങ്ങനെയുള്ള. പിന്നെ നമ്മളെ വടകര ഭാഗത്തൊക്കെ റോഡ് വീതിയാക്കുന്ന കണ്ടിട്ട് ജാനുവടുത്തി പറയുന്നുണ്ട്, കുരുപ്പങ്ങൾ എന്ത് വീതിയാക്കലാണ് വീതിയാക്കുന്നത്? പണിയാങ്ക് തീരുന്നില്ല. എല്ലാം ഇതെന്തിനാണ് ഇത്രക്കാരം വീതി? ഇവല്ല വീതിയാക്കല് കണ്ടാ വിചാരിക്കും